എപ്പിഡ്യൂറൽ എടുത്താൽ ഡെലിവറി പെയിൻ മുഴുവനും മാറുമോ? എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്താൽ എത്ര വേദനിക്കും? ഡെലിവറി സമയത്ത് എപ്പിഡ്യൂറൽ എടുക്കുന്നത് സേഫ് ആണോ? ഇതൊക്കെയായിരുന്നു എനിക്കും എപ്പിഡ്യൂറൽ എടുക്കുന്നതിന് മുന്നേ എന്റെ മനസ്സിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ പേഴ്സണൽ എപ്പിഡ്യൂറൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്റെ ഡെലിവറി കഴിഞ്ഞ ഖത്തറിലാണ്. അപ്പോൾ എന്റെ ഖത്തറിൽ നടന്ന ഡെലിവറിയിൽ ഞാൻ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് കോൺട്രാക്ഷൻ ഒക്കെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് കുറേയൊക്കെ മാനേജ് ചെയ്തു. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലേബർ പെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 2 സെന്റിമീറ്റർ ഡയലേറ്റ് ആയപ്പോഴാണ് പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന ടൈമിൽ ചെറിയ വാട്ടർ ബ്രേക്ക് ഉള്ളത് കാരണം എന്നെ അവർ അഡ്മിറ്റ് ആക്കി. അതല്ലെങ്കിൽ 4 സെന്റിമീറ്റർ ഡയലേറ്റ് ആയാൽ മാത്രമേ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ എന്നെ എമർജൻസിയിലാണ് ഇവർ ആദ്യമൊക്കെ കിടത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചു വേദന വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം അവർ മരുന്ന് തന്നതിന് ശേഷവും എനിക്ക് 2 സെന്റിമീറ്റർ മാത്രമേ PV ചെയ്തപ്പോൾ ഡയലേറ്റ് ആയിട്ടുള്ളായിരുന്നു. അതായത് ഡയലേഷനിൽ ഒരു പ്രോഗ്രസ്സും ഇല്ലായിരുന്നു. പക്ഷെ വേദനയിൽ നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന വേദന അങ്ങ് അതിൻ്റെയും ഇരട്ടി കൂടാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എൻ്റെ ആ ടൈമിൽ എൻ്റെ കൂടെ ഉമ്മയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ അറിയാലോ, ജെൻഡറൊക്കെ നമുക്ക് 5th മന്ത് ആകുമ്പോൾ തന്നെ അവർ പറയും. അപ്പോൾ അത് ചോദിക്കും, പറയുമെന്ന് വെച്ചാൽ അറിയണോ അറിയണ്ടേ എന്നുള്ള കാര്യം ചോദിക്കും. അപ്പം നമ്മൾ അറിയണം എന്ന് പറയുകയാണെങ്കിൽ അവർ ജെൻഡർ പറഞ്ഞു തരും, റിവീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജെൻഡർ അറിയായിരുന്നു. അവൻ ബോയ് ബേബിയാണ്. ഞാൻ പേരൊക്കെ ഓൾറെഡി കണ്ടുവച്ചിരുന്നു. സോ ഞാൻ എംറു എന്ന് പറയുമായിരുന്നു കേട്ടോ, അവൻ വയറിൽ കിടക്കുമ്പോഴേ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടൈമിൽ അവിടെ കിടന്ന് വിളിച്ചത്, ഉമ്മ വാ ഉമ്മ വീട്ടിൽ പോവാം, എനിക്ക് എംറു വേണ്ട, എംറു വേണ്ട ഉമ്മ, നമുക്ക് എങ്ങനെയും വീട്ടിൽ പോവാം, എന്നെ കൊണ്ടുപോയി രക്ഷിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ കിടന്ന് വിളിച്ചത്. ടു ബി ഓണസ്റ്റ്, ഇതൊക്കെയായിരുന്നു ഞാൻ അവിടെ കടന്ന് കാണിച്ച പരാക്രമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴും ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വേദനയൊക്കെ വന്ന് ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നു വേദനയ്ക്ക്. അതുകൊണ്ട് തന്നെ വേദന കുറയുമ്പം ഞാൻ ഒന്ന് കാമാവും, പിന്നെ വീണ്ടും ഇത് തന്നെ പറയാൻ തുടങ്ങും. നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എങ്ങാനും ഞാൻ ചിലപ്പോൾ പ്രസവിക്കും, അത്രയും വേദന എനിക്കുണ്ടായിരുന്നേ. അപ്പോൾ PV ചെയ്ത് നോക്കിയപ്പം അവർ പറഞ്ഞത് ഇപ്പോഴും 2 സെന്റിമീറ്റർ ആയിട്ടുള്ളൂ, എന്തായാലും ലേബർ റൂമിലോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലേബർ റൂമിൽ പോയി. അവിടെ പോയപ്പോൾ അവർ വീണ്ടും ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മരുന്നിന്റെ ഡോസ് കൂട്ടുന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയായി. പിന്നെ അങ്ങോട്ട് ഞാൻ വിളിച്ച ഒരേ ഒരു വാക്കെന്ന് പറയുന്നത് അല്ലാ അല്ലാ എന്നായിരുന്നു. ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റാതെ ആയി. അപ്പോഴത്തേക്കും റൂമിൽ പോയപ്പോഴത്തേക്കും അവർ ഓൾറെഡി ഒരു ബുക്ക്ലെറ്റ് പോലെ, ഒരു ബ്രോഷ്യർ അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് എന്നൊക്കെ പറയാം, ആ സംഭവത്തിൽ പെയിൻ റിലീഫിന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഒരു മാസ്ക്, അതായത് നമുക്ക് ബ്രീത്തിങ്ങിന്റെ ഏതോ മാസ്ക്, നൈട്രജനോ ഓക്സിജനോ അങ്ങനെ ഒരു മാസ്ക് ഉണ്ടല്ലോ. അതിന്റെ ഡെലിവറി എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഒരു മാസ്ക് തന്നിരുന്നു. നൈട്രജൻ ഗ്യാസ് ആണെന്ന് തോന്നുന്നു അതിന്റെ അകത്ത്. അപ്പൊ അത് വെച്ച് നമുക്ക് കുറെ പെയിൻ റിലീഫ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ആ ബുക്കിൽ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എപ്പിഡ്യൂറലിന്റെ ഡ്രോബാക്ക് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. പിന്നെ ആ വേദനയുടെ സമയത്ത് എനിക്ക് ഇതൊന്നും വായിക്കാൻ പറ്റൂല. അതുകൊണ്ട് റീക്കൺ എല്ലാം വായിച്ചത്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വേദന കുറയുന്ന ഗ്യാപ്പിൽ എന്തൊക്കെയാണ് എപ്പിഡ്യൂറലിനെ കുറിച്ച് ഞാൻ നോക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി കേട്ട് അതുപോലെ തന്നെ വീഡിയോയിലൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യമായിരുന്നു, വേദന അൺസഹിക്കബിൾ ആണെങ്കിൽ ഞാൻ എന്തായാലും എപ്പിഡ്യൂറൽ എടുക്കും എന്നുള്ളത് ഞാൻ ഓൾറെഡി മനസ്സിൽ തീരുമാനിച്ച ഒരു കാര്യമാണ്. അപ്പം ഞാൻ റീക്കയുടെ അടുത്ത് പറഞ്ഞു, റീക്കാന്ന് പറഞ്ഞെങ്കിൽ എന്താണോ ഫോം ഫില്ല് ചെയ്തോ അല്ലെങ്കിൽ സൈനോ ഒപ്പോ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുത്തോ, ഞാൻ എന്തായാലും എപ്പിഡ്യൂറൽ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയപ്പോഴേ അവിടെ നിന്ന് നേഴ്സ് ചോദിച്ചിരുന്നു എപ്പിഡ്യൂറൽ എടുക്കുന്നോന്ന്. അപ്പോൾ എനിക്ക് 2 സെന്റിമീറ്ററിൽ ഡയലേറ്റ് ആയിട്ടുള്ളൂ. പിന്നെ വേദന ഉണ്ട്, എന്നാലും ചില സമയം സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെങ്കിൽ പോലും സഹിക്കാൻ പറ്റുന്ന വേദനയും ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2 രീതിയിലും സഹിക്കാനും പറ്റും, സഹിക്കാൻ പറ്റാതെയും ആ ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, മാനേജബിൾ ആണ്, വേണ്ട, ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വേദന അങ്ങ് കൂടാൻ തുടങ്ങിയപ്പം ഞാൻ ഇവിടെ കിടന്ന് നിലവിളിച്ചു, എനിക്ക് എപ്പിഡ്യൂറൽ വേണമെന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ എപ്പിഡ്യൂറൽ എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എപ്പിഡ്യൂറൽ എടുക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും ആ ടൈമിൽ ഡോക്ടർ വേറെ റൂമിലൊക്കെ പോയി എന്തോ എപ്പിഡ്യൂറലിനൊക്കെ പോയി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവമൊക്കെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു 5 മണി 4 മണി 5 മണി ആ ഒരു സമയത്തായിരുന്നു, വെളുപ്പിന്. ഓക്കെ, അപ്പോൾ ഡോക്ടർ എന്തോ വേറെ റൂമിലൊക്കെ പോയി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച്, റീക്ക എപ്പോൾ വരും, എപ്പിഡ്യൂറൽ എടുക്കാൻ ഡോക്ടർ എപ്പോഴും, ഡോക്ടറിനെ വിളിയെന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ തള്ളിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഡെലിവറി നൈട്രജൻ മാസ്ക് ഇല്ലേ, ആ സംഭവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്ന് വച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരു റിലീഫും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് റിലീഫ് തോന്നിയെന്ന് ഒരുപാട് പേര് എക്സ്പീരിയൻസിലൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും തോന്നില്ല കേട്ടോ, നല്ലപോലെ വേദന അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് വച്ചില്ല. റീക്കാണെങ്കിൽ മാസ്ക് നീ തൽക്കാലം എടുത്തേ, മാസ്ക് നീ എടുത്ത് വൈ എന്ന് പറയും തോറും ഞാൻ റീക്കായ
നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് വേദനയൊന്നും പോണില്ല, എനിക്ക് ആ മാസ്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഫുള്ളും തള്ളിക്കളഞ്ഞു കേട്ടോ. അങ്ങനെ എപ്പിഡ്യൂറൽ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എപ്പിഡ്യൂറലിനെ കുറിച്ച് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു റീജിയണൽ അനസ്തേഷ്യയാണ്. നമ്മുടെ ബാക്കിലായിട്ട് ഈ ഒരു അനസ്തേഷ്യ കൊടുക്കും കേട്ടോ. അപ്പോൾ കത്തീറ്റർ വഴി ഇവർ ഒരു പെയിൻ റിലീഫ് മെഡിസിൻ ആണ് ഇതിൻ്റെ അകത്ത് കയറ്റുന്നത്. അങ്ങനെ അത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെയിൻ റിലീഫ് വരും. ഓക്കെ. അങ്ങനെ ഡോക്ടർ വന്നപ്പോഴത്തേക്കും ഇവരൊരു ഫോമൊക്കെ കൊണ്ടുവന്ന് എന്തോ ഒപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തോ ഒപ്പിട്ട് കൊടുത്താട്ടോ. അതായത് ഈ ഒരു ഇത് എപ്പിഡ്യൂറൽ എടുക്കാൻ വേണ്ടി സമ്മതമാണെന്നുള്ള എന്തോ പത്രമോ എന്തോ പത്രമാണ് എന്തോ ആണ്, പേപ്പേഴ്സാണ്. ആ പേപ്പറിൽ സൈനൊക്കെ ഇട്ട് കൊടുത്തിട്ട് എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും എടുത്താൽ മതി എന്നായിരുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് പുറകിലായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു കേട്ടോ. കുനിഞ്ഞിരിക്കാനും പറഞ്ഞു, അതേസമയം അനങ്ങരുത്, ഒട്ടും അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ചിലപ്പോൾ അനങ്ങുമ്പോൾ എന്തെങ്കിലും മാറിപ്പോവാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എനിക്കതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഞാൻ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് അനസ്തീഷ്യ ഡോക്ടർ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എണീറ്റൊന്നും ഇരിക്കാൻ പോലും പറ്റൂലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ മേ ബി എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ വേദനയൊക്കെ കുറയുമല്ലോ, എങ്ങനെയെങ്കിലും കുറയണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ കുനിഞ്ഞ് നല്ല പോലെ ഇരുന്ന് കൊടുത്തു. അനങ്ങിയില്ല. എത്ര വേദന ഉണ്ടായിട്ട് ഞാൻ അനങ്ങാണ്ടിരുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. പക്ഷേ അനങ്ങാനും പറ്റൂലല്ലോ, ആ ഒരു അവസ്ഥ. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ഇഞ്ചക്ഷൻ ചെയ്തു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ വേദന കുറയണമെന്നില്ല, കുറച്ച് ടൈം എടുക്കും, ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ആവും എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പിഡ്യൂറൽ എടുത്തപ്പോൾ തന്നെ എനിക്കെന്തോ വേദനയൊക്കെ കുറഞ്ഞ പോലെയാണ് തോന്നിയത്. മേ ബി എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതായിരിക്കും. അതായത് എപ്പിഡ്യൂറൽ എടുത്തല്ലോ, ഇനിയിപ്പോൾ വേദനയൊക്കെ കുറയും എന്നുള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു ചിന്തയായിരിക്കാം. അങ്ങനെ എടുത്ത് പിന്നെ ഞാൻ കിടന്ന് കുറച്ചൊരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് വേദന നല്ലപോലെ കുറയാൻ തുടങ്ങി കേട്ടോ. അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങോട്ട് നല്ല രീതിയിൽ കാമായി. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഞാൻ എടുത്തപ്പോൾ എനിക്ക് വർത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സീറോ പെയിൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സീറോ പെയിൻ ആയിരുന്നു എപ്പിഡ്യൂറൽ എടുത്തപ്പോൾ. സത്യം പറയാലോ, ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഈ ഡെലിവറി പെയിൻ എന്ന് പറയുന്ന അൺസഹിക്കബിൾ ആണ്. ഇങ്ങനൊരു വാക്ക് ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതായത് സഹിക്കാൻ പറ്റാത്ത പെയിനാണ് ഈ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ ഒരു പെയിനിൽ നമുക്ക് എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ എപ്പിഡ്യൂറൽ, നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റൂല എന്നാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എപ്പിഡ്യൂറൽ എടുത്തോന്നാണ്. പിന്നെ ചിലർ പറയാറുണ്ട്, അതായത് അവർക്ക് വർക്ക് ചെയ്തിട്ടില്ല പെയിന്, അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ വീഡിയോയിലാണെങ്കിലും എക്സ്പീരിയൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ വർക്ക് ചെയ്യാത്തവരും ഉണ്ട്. എനിക്കറിയാന്നുള്ള ചില ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഡെലിവറി ചെയ്യാൻ പോയപ്പം അവർ ഡെലിവറി ടൈമിൽ എപ്പിഡ്യൂറൽ എടുത്തില്ല. പക്ഷെ വേറൊരാൾ എടുത്തപ്പോൾ അയാൾക്ക് വർക്കായില്ല. അയാൾ അപ്പോഴും കരയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ വർക്കായേ. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഞാൻ സത്യം പറയാലോ ഒന്നും അറിഞ്ഞില്ല. ഞാൻ സുഖിച്ച് കിടക്കുകയായിരുന്നു. വേദന ഒന്നും അറിഞ്ഞില്ല. കുഞ്ഞ് വയറ്റിലുണ്ടെന്നുള്ളത് മാത്രം നമുക്കറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ വേദന ഒന്നും അറിഞ്ഞില്ല കേട്ടോ. പിന്നെ എപ്പിഡ്യൂറൽ എടുക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടോന്ന് ചോദിച്ചാൽ എപ്പിഡ്യൂറൽ ചെറിയൊരു ഇഞ്ചക്ഷൻ പോലെയാണല്ലോ. അതുകൊണ്ട് നമുക്കത് കുത്തുമ്പോൾ ചെറിയൊരു ഒരു സൂചി കുത്തുന്ന ഒരു വേദന പോലെ തോന്നും കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിൽ എന്തോ ഒരു സ്റ്റിക്കർ പോലെ ഒരു സാധനം ഇങ്ങനെ ഒട്ടിച്ചിരുന്നു. അത് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇളക്കി കളഞ്ഞു കേട്ടോ. അതുവഴിയാണ് അവർ ഈ മരുന്ന് കത്തീറ്റർ എന്ന് എന്തോ പറയും, അതുവഴിയാണ് മരുന്ന് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ ഒരു എപ്പിഡ്യൂറലിന് ഡ്രോബാക്ക് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കും. എന്തോ ബാക്ക് പെയിനും സംഭവങ്ങളൊക്കെ വരും എന്നൊക്കെയാണ് ചിലരൊക്കെ പറയാറുള്ളത്. എനിക്കതിനെപ്പറ്റി അറിഞ്ഞൂടാ. എന്നാലും എന്നെ സംബന്ധിച്ച് ആ ടൈമിൽ ഉണ്ടായിരുന്ന ഡ്രോബാക്ക് എന്താണെന്ന് പറയാം. അതിനുശേഷം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എപ്പിഡ്യൂറൽ എടുത്തെന്നും പറഞ്ഞ് ഒരു സൈഡ് എഫക്റ്റും വന്നിട്ടില്ല ഇതുവരെയും, അൽഹംദുലില്ലാ. പക്ഷേ ആ ടൈമിലുണ്ടായ ഡ്രോബാക്ക് ഞാൻ പറയാം. ഒന്ന്, എനിക്ക് പ്രൊലോങ്ഡ് ലേബർ ആയിപ്പോയി. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഡെലിവറി പുഷ് ചെയ്യാനുള്ള ടെൻഡൻസി വരെ വന്നു. പക്ഷേ അത്രയും ഹെവി ആയിട്ട് എനിക്ക് പെയിന് വന്നു. പക്ഷെ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനിയും ഞാൻ ഡെലിവറി ചെയ്യാറായിട്ടില്ല, ഇനിയും ടൈമുണ്ട്, അപ്പോൾ എനിക്ക് ഇനി ഇതിലും കൂടുതൽ വേദന വരും എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ സഹിക്കാൻ പറ്റാത്ത വേദന ആയപ്പോഴാണ് ഞാൻ എപ്പിഡ്യൂറൽ എടുത്തത്. പിന്നെ ആ ടൈമിൽ ഞാനാണെങ്കിൽ സിസ്റ്ററിനെ കൊണ്ട് PV ചെയ്യാൻ സമ്മതിച്ചില്ല. അത് വേറൊരു സത്യം. വാട്ടർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു 9.5 സെന്റിമീറ്റർ എന്തോ ഡയലേറ്റ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ പുഷ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ഞാൻ എപ്പിഡ്യൂറൽ എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു ഇപ്പോൾ പുഷ് ചെയ്യരുത്, കുറച്ച് ടൈം വേണമെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ലേബർ പ്രൊലോങ്ഡ് ആയിപ്പോയി. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, എനിക്ക് നല്ല രീതിയിൽ കാല് നമ്പായി ഫീലായി. അതായത് പുഷ് ചെയ്യാനൊക്കെ സമയത്ത് ഇവർ ഈ കിടക്കുന്ന ബെഡിൽ കാലിങ്ങനെ പൊക്കിയൊക്കെ വെക്കാൻ പറയും കേട്ടോ. ആ സമയത്ത് എൻ്റെ അടുത്ത് പൊക്കി വെക്കാൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും വലത്തെ കാല് ഫുള്ള് നമ്പായിപ്പോയി. ഒരുമാതിരി മരവിച്ച് തണുത്ത പോലെ ആയിപ്പോയി. അപ്പോൾ ഞാൻ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കാല് പൊക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരും കൂടെ പിടിച്ച്, സത്യം പറഞ്ഞാൽ കാലിങ്ങനെ പിടിച്ചെടുത്ത്
ഒരു ജീവനില്ലാത്ത ഒരു സാധനം എടുത്ത് വെക്കുന്ന പോലെ കാലിങ്ങനെ പിടിച്ച് പൊക്കിയാണ് വെച്ചത്. ഒന്നും അറിയില്ല. ഫുള്ളും ഡെലിവറി ടൈം ആ പുഷ് ചെയ്യുന്ന സമയം വരെയാണെങ്കിൽ എനിക്ക് കാലൊക്കെ തൊടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒരുമാതിരി ഞമ്പായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, എപ്പിഡ്യൂറൽ എടുത്തതിന് ശേഷം മുതൽ എനിക്ക് എന്താണ് അവിടെ നടക്കണേ എന്നുള്ളത് കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. കിറുക്കം പോലെ ഉറക്കത്തിന്റെ ഒരു ഇത് വന്നായിരുന്നു കേട്ടോ. അതായത് സിസ്റ്റർ വന്നിട്ട് എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് വേദനയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഒരു ഫീലിംഗ് സ്ലീപ്പി പോലെയൊക്കെ എനിക്ക് തോന്നി. ഉറക്കം വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഡ്രോബാക്ക് ആണ് എനിക്ക് മെയിനായിട്ട് ഉണ്ടായത്. പിന്നെ വേറെ എനിക്ക് അറിഞ്ഞൂടാ. വേറെ എന്തൊക്കെ ഡ്രോബാക്ക് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്തപ്പോൾ ഹെഡേക്ക് എന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ 3 ഡ്രോബാക്ക് ആണ് എനിക്ക് ഉണ്ടായത്. പക്ഷേ അത് ആ ഒരു സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും എന്തുകൊണ്ടും എപ്പിഡ്യൂറൽ എടുക്കാമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും വരുന്നത്. വരുന്ന സമയത്ത് എപ്പിഡ്യൂറൽ എടുത്താൽ നിങ്ങൾക്കത് ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിട്ട് തോന്നും. ഓക്കെ, ഇനി പുഷ് ചെയ്യുന്ന സമയത്തുണ്ടായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ എപ്പിഡ്യൂറലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേദന വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും പുഷ് ചെയ്യുന്നത്. ആ ഒരു ടെൻഡൻസിറ്റി നമുക്ക് എങ്ങനെയും പുഷ് ചെയ്ത് കൊച്ചിനെ വെളിയിൽ ഇട്ടാൽ മതി എന്ന് തോന്നുന്നത് വേദന വരുമ്പോഴാണ്. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ നമുക്ക് പെയിൻ വരാത്തത് കൊണ്ട് പുഷ് ചെയ്യുന്ന കാര്യമൊന്നും നമ്മൾ അറിയാണ്ട് പോകും. മനസ്സിലായോ? കോൺട്രാക്ഷൻ വരുന്നത് മനസ്സിലാവില്ല. അത് അവർക്ക് ആ മോണിറ്റർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും കോൺട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അവർ പറയും പുഷ് ചെയ്യാൻ എപ്പിഡ്യൂറൽ എടുത്ത സമയത്ത്. അങ്ങനെ സിസ്റ്റർമാരൊക്കെ, പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡെലിവറിയാണ്, പുഷ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് സിസ്റ്റർമാരൊക്കെ വന്ന് എങ്ങനെയാണ് പുഷ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. അവർ പറഞ്ഞത് അനുസരിച്ച് ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് നേരം ഞാൻ കഷ്ടപ്പെട്ട് പുഷ് ചെയ്ത കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് എനിക്ക് പുഷ് ചെയ്യാൻ അറിഞ്ഞൂടായിരുന്നു. സിസ്റ്റർമാരൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെ പുഷ് ചെയ്യണമെന്ന്. അങ്ങനെ അവസാനം ഏതോ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് പുഷ് ചെയ്യേണ്ടതെന്ന് എന്തോ പറഞ്ഞു തന്നു. ആ ഒരു രീതിയിൽ ഞാൻ പുഷ് ചെയ്തപ്പോഴാണ് എൻ്റെ കൊച്ച് പുറത്ത് വന്നത്. പിന്നെ കൊച്ച് പുറത്ത് വന്നെന്നല്ല, കൊച്ചിൻ്റെ ഹെഡൊക്കെ കാണാമായിരുന്നു. പക്ഷെ അവൻ പുറത്ത് വന്നില്ല. വാക്യൂം ഇട്ടാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺട്രാക്ഷൻ ഒന്നും അറിയാൻ പറ്റൂല, ഫീൽ ചെയ്യാൻ പറ്റൂല, വേദന ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പുഷ് ചെയ്യുന്നതിനെയും അത് ബാധിക്കും. അതൊരു ഡ്രോബാക്ക് ആണ് കേട്ടോ. ഡ്രോബാക്ക് ആയിട്ട് പറയാം. പക്ഷേ മെയിൻ ആയിട്ടുള്ള അത് എടുത്തത് കൊണ്ടുള്ള എൻ്റെ സൈഡ് എഫക്റ്റ് ഇതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും വരുന്ന, എപ്പിഡ്യൂറൽ എടുക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു സാധനം തന്നെയാണ് നമ്മൾ കോൺട്രാക്ഷൻ ഫീൽ ചെയ്യൂല എന്നുള്ളത്. മനസ്സിലായോ? പക്ഷെ മറ്റേ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും ഡെലിവറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പിഡ്യൂറൽ എക്സ്പീരിയൻസും. അപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഡ്രോബാക്ക് ആണ് ഞാൻ ആ 3 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, പ്രൊലോങ്ഡ് ലേബർ ആയിപ്പോയി. അതുപോലെ തന്നെ കാലൊക്കെ നമ്പായി പോയി. പിന്നെ മൊത്തത്തിൽ കിളിപോയ അവസ്ഥ, അതായത് ബോധമൊന്നും ഇല്ലാതെ ഇരുന്നു. അത് ഒരു ഡ്രോബാക്ക് ആയിരുന്നു എനിക്ക്. സോ ഗൈസ്, പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എപ്പിഡ്യൂറൽ എടുത്തത് നന്നായിരുന്നോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് നല്ലതായിരുന്നു. എപ്പിഡ്യൂറൽ എടുത്ത എക്സ്പീരിയൻസും നല്ലതായിരുന്നു. എല്ലാം കൊണ്ടും എനിക്ക് വേദനയിൽ നിന്ന് 0 പെയിൻ ആയിട്ട് മാറാൻ പറ്റിയല്ലോ. അത് വലിയൊരു കാര്യമല്ലേ. ആ ഒരു ഡെലിവറി പെയിൻ അനുഭവിച്ചവർക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ എടുക്കുന്നതും എടുക്കാത്തതും നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനോടൊക്കെ ചോദിക്കാം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ ചോദിച്ചൊക്കെ നോക്കാം. അപ്പോൾ ഇനിയും ഒരു ഡെലിവറി ഒക്കെ ആകുമ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എപ്പിഡ്യൂറൽ എടുക്കും. ഓക്കെ, അത് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ്, എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു. അപ്പോൾ ഓരോ പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഡെലിവറി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ജേർണി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം.